ആദ്യമായിട്ടാണ് പടം കാണാൻ വന്നത്, പക്ഷെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ബേസിക്കലി നല്ലൊരു മൂവിയാണ്, നല്ലൊരു മെസ്സേജൊക്കെ കൺവേ ചെയ്യുന്നൊരു മൂവിയാണ്. നന്നായിട്ടുണ്ടായിരുന്നു. നിവിൻ പോളിയും അഭിനയിച്ച എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, ബേസിക്കലി ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന പല കാര്യങ്ങളൊക്കെയാണ് മെൻഷൻ ചെയ്യുന്നത്, നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പടത്തിൽ ആക്ച്വലി മെസ്സേജാണ് ഞാൻ പറഞ്ഞല്ലോ, മെസ്സേജ് നല്ല രീതിയിൽ കൺവേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിവിൻ പോളി നന്നായിട്ടുണ്ടായിരുന്നു, അങ്ങനെ ധ്യാനമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരു നന്നായിട്ട് നമുക്ക് എന്താ പറയാ, ഒരുപാട് ചിന്തിക്കാനായിട്ട് പറ്റുന്ന ഒരു ടൈപ്പ് മൂവിയായിരുന്നു. കാരണം എന്താ പറയാ, ഒരു രണ്ട് സഹോദരങ്ങൾ, അവർ മതത്തെ ചൊല്ലിയാണ് ഈ ഒരു ഫിലിം തുടങ്ങുന്നത് തന്നെ. പക്ഷേ ഫിലിം ലാസ്റ്റ് ആകുമ്പോൾ മതം എന്ന് പറഞ്ഞൊരു സംഭവം പോയിട്ട് പകരം അവിടെ ഒരു സൗഹൃദമാണ് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആവട്ടെ എന്ന് പറയാനുള്ളൂ. കൂടുതൽ രാഷ്ട്രീയത്തിനെ പറ്റിയിട്ട് അങ്ങനെയൊന്നും അറിയില്ല. എന്നാലും എല്ലാവരും ഈ ഒരു രീതിയിൽ ചിന്തിച്ചാൽ എല്ലാ നാടും നന്നാവും. നിവിൻ പോളി എന്താ, നമ്മൾ ഒരുപാട് നാൾ ആഗ്രഹിച്ചിരുന്നല്ലേ പുള്ളിക്കാരൻ്റെ ഒരു തിരിച്ചു വരവ്. നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, വേറെ പ്രശ്നം ഒന്നുമില്ല. എടുത്ത് പറയാൻ എന്താ, പാട്ടുകൾ കൊള്ളാം. നമുക്ക് വൺ ടൈം വാച്ചബിൾ ആണ്, നല്ലൊരു മൂവിയാണ്. മൂവി ഓവറോൾ ഗുഡായിരുന്നു, ഇഷ്ടപ്പെട്ടു. നല്ലൊരു പ്രമേയമായിരുന്നു സംഭവം, ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പ്രമേയം. പൊതുവെ നമ്മുടെ ആ സംവിധായകൻ്റെ പടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു വാല്യൂസ് ഉള്ള ഒരു പടമായിരുന്നു. പിന്നെ ഒരു എന്താ പറയുക, അത് കാണുമ്പോൾ നമുക്ക് തന്നെ കുറേ ചിരിക്കാനും ഉണ്ട്, കുറേ കാര്യങ്ങൾ അല്പം മനസ്സിലാക്കാനുള്ള സംഭവമുണ്ട്. ഓവറോൾ നമ്മളൊരു കേരളത്തിൻ്റെ ആ ഒരു ടെമ്പോ നമുക്ക് ലാസ്റ്റ് ഫൈനലി നമുക്ക് അത് കിട്ടും. നമ്മുടെ മലയാളികൾ എന്താണെന്ന് നമുക്കുള്ളൊരു ആ ഒരു ചെറിയൊരു തിരിച്ചറിവ് നമുക്ക് കിട്ടും. എന്നാലും നല്ല പടമായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സിനും സജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു പടമായിരുന്നു. അതിൽ കാണുന്ന ശരിക്കും ഒരു മനുഷ്യത്തുള്ള ആൾക്കാരെ എങ്ങനെ പെരുമാറണം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. നമ്മൾ പൊതുവെ മലയാളികൾക്കുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരോട് നമ്മൾ എങ്ങനെ ഇടപഴകണം, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവ് അത് കറക്റ്റായിട്ട് അതിൽ കാണിച്ചിട്ടുണ്ട് മലയാളികൾ. ഞാനും ഇപ്പോൾ അബ്രോഡിലൊക്കെ വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പോൾ നമ്മളും ഒരുപാട് പാകിസ്ഥാനീസും പിന്നെ സുഡാനീസ് അതുപോലത്തെ ആൾക്കാരെ കാണുന്നത്. അപ്പോൾ നമ്മൾ അവരോടുള്ളൊരു സഹവർത്തിത്വം എന്താണോ അതുപോലെ തന്നെയാണ് അതിൽ നിവിൻ പോളിയും അവിടെയും കണ്ടുവരുന്നത്. അവൻ്റെ ഒരു ലൈഫിനോടുള്ളൊരു കാഴ്ചപ്പാടനം മാറുകയാണ് അതിൽ. അങ്ങനെ നമ്മൾ മലയാളികൾ വിദേശത്തുള്ളതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ എന്താ പറയുക, ഇത്രയും കൂടുതലൊരു പൊതുവെ ഉള്ളൊരു അറിവ് കൂടുന്നത്. കാരണം മലയാളികൾ എല്ലായിടത്തും ഉണ്ടല്ലോ, എല്ലാ കോർണറിലും, ലോകത്തിൻ്റെ ഏത് കോർണറിലും മലയാളികളുണ്ട്. അത് നല്ല പടം, ഞങ്ങൾ സജസ്റ്റ് ചെയ്യും. നല്ല പടമായിരുന്നു. കുറച്ച് ലാഗ് ഫീൽ ചെയ്തു, എന്നാലും കുഴപ്പമില്ല. ഡിജോ ജോസ് ആൻ്റണിയുടെ സ്ഥിരം പടങ്ങളിൽ കാണുന്ന എന്താ ദേശസ്നേഹം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ട് കുഴപ്പമില്ല, കണ്ടിരിക്കാം. എസ്ഐ പറഞ്ഞു കേട്ട സാധനം തന്നെയാണ് പിന്നെയും പറയുന്നത്, പ്രത്യേകിച്ച് പുതുതായിട്ടൊന്നും തോന്നില്ല. അങ്ങനെ കുഴപ്പമില്ല, കണ്ടിരിക്കാം. പടം കുഴപ്പമില്ല, ആവറേജ് പടം. അങ്ങനെ പറയാൻ പറ്റില്ല, ഒരു കോമഡി പടമായിട്ടാണ് തോന്നുന്നത്. കൊള്ളാം, അടിപൊളി മൂവി. അതേക്കുറിച്ച് എല്ലാവരും ഒരുപോലെ, മതവും ജാതി അങ്ങനെയൊന്നും വേർതിരിവൊന്നുമില്ല. മനുഷ്യത്വം അത്ര എല്ലാവരും കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം പടം. നിവിൻ പോളി അഭിനയം കൊള്ളാം, പിന്നെ രാഷ്ട്രീയമാണ്. തിരിച്ചുവരവായിട്ട് വരും നിവിൻ പോളിയിൽ. കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. പടം ആവറേജ്, പടം കണ്ടിരിക്കാൻ കൊള്ളാം. കോമഡി അത്യാവശ്യം അല്ല, ഫുള്ള് മനുഷ്യത്വം. പടം നല്ല സൂപ്പർ, നല്ല അടിപൊളി സിനിമ. പടത്തെ പറ്റി നല്ല സിനിമ, എങ്ങനെയാണ്? നല്ല മൂവിയായിരുന്നു, നല്ല പടമായിരുന്നു.